തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിന് തുടക്കമായി. എയർപോർട്ടിന്റെ മാത്രമല്ല, എയർപോർട്ടിന്റെ എൻഒസിയുടെ പ്രശ്നമുണ്ട്, റെയിൽവേ എൻഒസിയുടെ പ്രശ്നമുണ്ട്, അതിന് ഡിഫൻസ് എൻഒസിയുടെ പ്രശ്നമുണ്ട്. ഇപ്പൊ കണ്ണൂരിലൊക്കെ വന്നൊരു പ്രശ്നം ഡിഫൻസ് എൻഒസിയുടെ പ്രശ്നമാണ്. പിന്നെ നാഷണൽ ഹൈവേയുടെ ആക്സസ് പെർമിഷന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം, നേരത്തെ പറഞ്ഞ എയർപോർട്ട്, റെയിൽവേ, ഡിഫൻസ്, ഇത് പരിഹരിക്കുന്നതിനൊരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ഈ അദാലത്തിന്റെ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിൽ സർക്കാർ കണ്ടിട്ടുണ്ട്. തീർച്ചയായും ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച ഈ വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. സർക്കാർ തലത്തിൽ അതിനുള്ള നടപടികൾ ഉണ്ടാവും. എല്ലാ അദാലത്തുകളിലും നാഷണൽ ഹൈവേ ആക്സസ് പെർമിഷന്റെ പ്രശ്നം വന്നു. മേൽമുറി മാദിൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ TV ഇബ്രാഹിം MLA അധ്യക്ഷനായിരുന്നു. UA ലത്തീഫ് MLA, കുറുക്കോളി മൊയ്തീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ, LSTD പ്രിൻസിപ്പൽ ഡയറക്ടർ സീതാം സാംബശിവ റാവു, ജില്ലാ കളക്ടർ VR വിനോദ്, മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, LSTD ഡൂറൽ ഡയറക്ടർ ദിനേശ് ചെറുവാട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ കാരാട്ട്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. രാവിലെ തന്നെ 2 കൗണ്ടറുകളായി രജിസ്ട്രേഷൻ ആരംഭിച്ചിരുന്നു. അദാലത്തിൽ പരിഗണിക്കുന്നതിനായി ജില്ലയിൽ 1354 പരാതികളാണ് ഓൺലൈനായി ലഭിച്ചത്. പരാതികൾ ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ഉപജില്ലാ അദാലത്ത് സമിതികൾ പരിശോധിച്ച് പരമാവധി തീർപ്പാക്കിയിട്ടുമുണ്ട്. ഇവയിൽ അദാലത്ത് സ്ഥലത്ത് വെച്ച് ചേർന്ന അപേക്ഷകർക്ക് സേവനം ലഭ്യമാകുന്നു. ഓൺലൈൻ പരാതികൾക്ക് പുറമെ മന്ത്രി നേരിട്ടും പരാതികൾ സ്വീകരിക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണ പെർമിറ്റ്, പൂർത്തീകരണം, ക്രമവൽക്കരണം, വ്യാപാര വാണിജ്യ സേവന ലൈസൻസുകൾ, ജനനമരണ, വിവാഹ രജിസ്ട്രേഷൻ, നികുതികൾ, ഗുണഭോക്തൃ പദ്ധതികൾ, പദ്ധതി നിർവഹണം, സാമൂഹ്യ സുരക്ഷ, പെൻഷനുകൾ, മാലിന്യ സംസ്കരണം, പൊതുസൗകര്യങ്ങൾ, ആസ്തികളുടെ പരിപാലനം, സ്ഥാപനങ്ങളുടെയും സംവിധാനങ്ങളുടെയും സൗകര്യങ്ങളുടെയും കാര്യക്ഷമത തുടങ്ങിയ വിഷയങ്ങളിലാണ് ഓൺലൈനായി ലഭിച്ച പരാതികൾ. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള 4ാം 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 10 വരെയുള്ള തീയതികളിൽ എല്ലാ ജില്ലകളിലും തദ്ദേശ അദാലത്ത് നടത്തി പൊതുജനങ്ങളിൽ നിന്ന് മന്ത്രി നേരിട്ട് പരാതികൾ കേൾക്കുന്നത്. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.